ഗൈസ്, എന്നെ കണ്ടാൽ തോന്നും ബീച്ചിലെ ഏറ്റവും വലിയ ഐസ്ക്രീം സെയിലറാണെന്ന്. പക്ഷേ സത്യം പറയാം, ഇന്ന് എന്റെ കാർട്ട് ഒരു ഡെക്കറേഷൻ പീസാണ്. രാവിലെ മുതൽ ഞാൻ ഐസ്ക്രീം ഐസ്ക്രീം എന്ന് വിളിച്ചു. അവസാനം മണി ബോക്സ് തുറന്നപ്പോൾ ഉള്ളിൽ പൈസയില്ല, ആത്മവിശ്വാസവുമില്ല. ചിലപ്പോൾ ഞാൻ ആലോചിച്ചു, ഞാൻ ഐസ്ക്രീം വിൽക്കാനാണോ വന്നത്, അല്ലെങ്കിൽ ബീച്ചിൽ നിന്ന് വ്യൂ കാണാനോ എന്ന്. അപ്പോഴാണ് ഒരു അമ്മ കോഴി 2 കുഞ്ഞുങ്ങളുമായി വന്നത്. കുട്ടികളുടെ കണ്ണ് മുഴുവൻ എന്റെ ഐസ്ക്രീമിൽ. അവൾ പതുക്കെ പറഞ്ഞു, പൈസയില്ല, പക്ഷെ കുട്ടികൾക്ക് ഐസ്ക്രീം വേണം എന്ന്. ഇപ്പോൾ എന്റെ അവസ്ഥയൊന്ന് ചിന്തിക്കൂ. സെയിൽ 0, പോക്കറ്റ് 0, മുന്നിൽ 2 ക്യൂട്ട് കുഞ്ഞുങ്ങൾ. എന്റെ ആടിന്റെ ഹൃദയം പോലും സോഫ്റ്റായി. ഞാൻ പറഞ്ഞു, ശരി, ഇന്നത്തെ ബിസിനസ് പോയാലും കുഴപ്പമില്ല. കുറഞ്ഞത് ഒരു നല്ല മനുഷ്യ ആടായി വീട്ടിൽ പോകാം. ഫ്രീ ആയി ഐസ്ക്രീം കൊടുത്തു. കുട്ടികൾ ചിരിച്ചു. അമ്മ കോഴിയുടെ കണ്ണിൽ കണ്ണീർ. എന്റെ പോക്കറ്റ് ശൂന്യമായിരുന്നു, പക്ഷെ നെഞ്ച് ഫുള്ളായി. അത് കണ്ടിട്ട് പെട്ടെന്ന് ആളുകളെല്ലാം വന്നു. ഇപ്പോൾ എന്റെ കാർട്ടിന് മുന്നിൽ ലൈൻ. ഞാൻ തന്നെ ഞെട്ടി. ഇത്ര നേരം ഞാൻ ഇൻവിസിബിൾ ആയിരുന്നോ എന്ന്. ഇന്നത്തെ പാഠം: ചിലപ്പോൾ ഐസ്ക്രീമിന് മുൻപ് ദയ തന്നെയാണ് മെയിൻ ഫ്ലേവർ. ഇത് കേട്ടൊന്ന് ചിരിച്ചെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇല്ലെങ്കിൽ നാളെ വീണ്ടും ഞാൻ ഇവിടെ നിൽക്കും, ഐസ്ക്രീം വിളിച്ച് സ്വയം ചിരിച്ച്.